പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ കേരള. ഇന്ന് പിന്നെ നമ്മുടെ കൂടെ മാർഷലും ചേസും ആർട്ടിനേഴ്സ് നല്ല വീഡിയോ ഉണ്ടാവും. പിന്നെ സ്കൈ വന്നിട്ടില്ല, ആൾക്കാർ എന്താ പണിയുണ്ടാവും. പക്ഷെ റബിളും റോട്ടി വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇന്ന് ഇനി വണ്ടി ഓടിക്കാൻ പോണത് വേറെ അതില്ല, ആരെന്ന് എനിക്കറിയില്ല. ഇന്ന് പിന്നെ വണ്ടി ഓടിക്കാൻ പോണത് വേറെ ആരുമല്ലണ്ണ, ഞാൻ തന്നെ, ദി ഫയർ പമ്പ് മാർഷൽ. ബെസ്റ്റ്. കഴിഞ്ഞ വീഡിയോ ഓടിച്ചത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. നീ ആടെ മേത്ത കയറ്റി ആരുടെയൊക്കെ മേത്ത പറ്റിയത് അണ്ണാ. അന്നൊരു പക്ഷേ മര്യാദക്ക് ഓടിച്ചിട്ടുണ്ടായില്ലേ, ഇപ്രാവശ്യം മര്യാദക്ക് ഓടിക്കും. 3, 2, 1 ടു ദ പപ്പു. എടാ ലെഫ്റ്റ് സൈഡൊക്കെ നോക്കിട്ടോ, എപ്പോഴും വരെ മേത്ത കയറ്റെന്ന് പറയാൻ പറ്റില്ല. ഞാനിവിടെ അപ്പളെ പറഞ്ഞതോ, അടുത്തതാണ് വേണ്ടു. ജോ നിങ്ങൾ കൊള്ളാല്ലേ, നീ കല്യാടിയില്ലേ? പിന്നല്ല. എടാ മാർഷലേ, പതുക്കെ ഓടിയിട്ട് ഒരു 50ൻ്റെ വില പോകാൻ പറ്റില്ല. 50ൻ്റെ വില ചലഞ്ചാണോ? ചലഞ്ച് തന്നെ. 50ൻ്റെ വില പോകാൻ പാടില്ല. എനിക്കറിയണം പിന്നെ കൊണ്ട് 50ൻ്റെ വില പോകാൻ കഴിയില്ലെന്ന്. എടാ ചെയ്സേ, ഇപ്പോൾ തന്നെ അവൻ 50 കഴിഞ്ഞു, ഇപ്പം 62-ലൊക്കെ പോണ്. എടാ മാർഷൽ, ഇന്നോടാ ഞാൻ പറഞ്ഞേ പതുക്കെ പോവാൻ, 50ന് മുകളിൽ പോകാൻ പാടില്ലെന്ന്. എടാ ഞാൻ പ്രൊഫഷണൽ ബെസ്റ്റ്, പറഞ്ഞനുസരിച്ചില്ലേ ഇങ്ങനെ ഇരിക്കും. എടാ എന്നിട്ട് ഇടിയടാ നീ ഇടിച്ച് അണ്ണാ, ഇതൊരു ചെറിയ ഇടി, എന്തോരം ഇടികൾ വരാൻ പോവാ. ശരിയാ, നീ ആടമേത്തായിട്ടാണോ? എടാ മാർഷലെ, പതുക്കെ ഓടിക്കി, ഇന്ന് പോരാടുന്നു. എനിക്ക് ഇന്നൊന്നും കേൾക്കണ്ട, ഞാനൊരു പ്രൊഫഷണൽ റൈഡറാന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇനിയും അങ്ങനെ ആവും ഞാൻ. എടാ മര്യാദക്ക് ഓടിച്ചാൽ എനിക്ക് നല്ലത്, ഞാൻ പറയണേ ഉള്ളൂ, ഇനി ഞാൻ ചെയ്യില്ല. എടാ ഞാൻ എത്ര നന്നായിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഒപ്പൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പോലീസാണ്, പക്ഷെ നമ്മുടെ ടീമിലുള്ള ആളാണ് നീ മറക്കരുത്. അത് ശരിയാണല്ലോ. മൂടങ്ങ് കളഞ്ഞു. എടാ മുമ്പിൽ നിന്നൊരു ബസ് വരുന്നുണ്ട്. അയ്യോ എടാ നീ എന്നിട്ട് കാണിച്ച് ആ കാറുകാരൻ എന്നിട്ട് ഇനി ചെയ്ത് ആള് തന്നെ വരുന്നുണ്ട്, ആള് തന്നെ പുറകെ വീണു. ഇനി ഇവിടെ നിൽക്കണ്ട, പൊക്കോ. അണ്ണാ ഇതൊരു ചെറിയ ഇടിയല്ലേ, ഇതിനെന്നിട്ട് പേടിക്കാതിരിക്കുന്നേ അണ്ണാ? അതെ, ഇത് കേരള അല്ലേ? കേരള ആണെങ്കിൽ അയ്യോ എടാ നിനക്ക് ഓവർടേക്ക് ചെയ്യാൻ പണിയൊന്നും കിട്ടിയില്ലേ? ബസ് വരാണെങ്കിൽ വേഗം ഓവർടേക്ക് ചെയ്യണം. അതിനെ ഓവർടേക്ക് ചെയ്തോ, ഓവർടേക്ക് സ്പീഡ് കുറയ്ക്കാൻ പാടില്ല, റോഡ് അതില്ല അല്ല ജെയ്സ്. അല്ല അത് പിന്നെ അണ്ണാ ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ? ചോദ്യം ചോദിക്കേ? ബെസ്റ്റ്, കണ്ടുപിടിക്കുന്ന എനിക്ക് എങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്? അടുത്ത ആളെ ഇടിച്ചു. അത് പിന്നെ അണ്ണാ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എടാ പറയുന്നേ കേട്ടോ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇപ്പോൾ നമുക്കില്ലേ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തോ. ഈ പൊട്ടന്മാരെ ഏത് നേരത്ത് വേണമെങ്കിൽ സഡൻ ബ്രേക്ക് ഇടും. ഇയാൾ സഡൻ ബ്രേക്ക് ഇട്ടു, വരുന്നതുകൊണ്ടല്ലേ ആരുടെ സൈഡിൽ വന്നപ്പോൾ. നമുക്കിന്നില്ലേ ഈ വഴി കൂടെ ലെഫ്റ്റ് പോയാലോ, റൈറ്റ് പോയാലോ? നീ പറഞ്ഞില്ലേ റൈറ്റ് പോവാ. റൈറ്റ് പോയാണെങ്കിൽ ഇതുണ്ടാവോ അറിയില്ല, നോക്കി നോക്കാം. ഈ മലകയറ്റൊക്കെ കയറുന്നൊരു ഉറപ്പുണ്ടോ? പിന്നല്ലാണ്ട് നമ്മൾ അന്ന് കയറി നിനക്ക് ഓർമ്മയില്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ്? എടാ റോക്കി റബിളെ, നിങ്ങളിവിടെ ഇല്ലേ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടൊന്നുമില്ല. ഒരു ചായക്കട അടുത്ത് നിർത്തുകയാണ്, നമുക്ക് ചായ കുടിയിട്ടൊക്കെ വരാന്ന്. അവിടെ നിൽക്കടാ, ആരിനാണ് ചായക്കട കണ്ടുപിടിക്കട്ടെ. മാഷല്ലേ ഇനിയും വരെ മൈൻഡ് ആക്കണ്ട, നീ വിട്ടോ. എന്തോ വലിയൊരു ഓഫ് റോഡാണത്, ഞാൻ വിചാരിച്ച പോലെയല്ല. എടാ നീ പതുക്കെ ഓടിച്ചോ, ബിക്കോസ് ഇതൊരു ഓഫ് റോഡാ, എപ്പോൾ വേണമെങ്കിലും വണ്ടികൾ വരും. പക്ഷെ ഇവിടെ അടുത്ത് വണ്ടികളൊന്നും കാണാനില്ല, അതിനടുത്ത് സേഫാ. എന്നിട്ട് നമ്മുടെ മാർഷലാണെങ്കിൽ 57-ലൊക്കെ പോണു. 57 തൊട്ട് കളിയില്ല. ആരാണ് ജയിസ്? ശരിയൊക്കെ തന്നെ, പക്ഷെ വഴി വെച്ച് എമ്മടി പിടിക്കാവോ?
കുറച്ച് നേരം ഇവ ഇങ്ങനെ അമ്പത്തേരി കടന്നു പോകും. ശരി എന്നാ മാർഷല്ലേ ഇതേ മുമ്പിൽ ബസ്. അയ്യോ ആണ് കാണിച്ച് എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞല്ലോ. ഞാൻ വെച്ചാൽ എൻ്റെ മുമ്പിലാണ് ബസ് നിന്ന്. സോറിയടാ, ഞാൻ അപ്പുറത്ത് നോക്കിയത്. ഞാൻ വലിയ സാധനം അടിക്കുന്നു. ബസ് ചലന്തിയാണെന്ന്. അയ്യോ ചലന്തിയാ? ഞാൻ ഇല്ലേ അണ്ണാ, വണ്ടി എടുത്തേ. മാർഷലെ വണ്ടി എടുത്തിടാ, ഞാൻ ഇറങ്ങട്ടെ. എടാ അണ്ണൻ വിചാരിച്ചെന്നുള്ളൂ, പറഞ്ഞിട്ടില്ല. ഓ ശരിയാണത്. എടാ ഇവിടുന്ന് വളച്ചോ. അമ്മേ ഈ ബസ്സുകാരൻ പോടുന്നുണ്ടോന്ന്. എന്നാ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ആളെ. അത് ഞാൻ കണ്ടു. പക്ഷെ ഇയാളിപ്പോൾ ഓടുന്നൊന്ന്. ഒരു മിനിറ്റ്, ക്യാമറകളൊന്ന് മാറ്റിയേ, അല്ലെങ്കിൽ പൊട്ടന്മാരെ എപ്പോണെങ്കിലും വരും. സെറ്റി വണ്ടി ആക്കെ ട്രക്കാരം പോട്ടെ. എന്നിട്ട് ഈ വളച്ചോ. ഈ സൈഡ് വേസിനെ ഓടിക്കാൻ പോവാ നീ. ഈ മാസം തന്നെയാടാ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്, അതെനിക്ക് പറയാം. പക്ഷെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലേ ഒന്നിന് വണ്ടികളെ നീക്കാൻ ശ്രദ്ധിക്കണ്ടായില്ല. എടാ ബാക്കിലുള്ള വണ്ടി ഉണ്ടാവോ? എടാ നീ എന്താ ഇങ്ങനെ? എടാ നിനക്ക് അവിടെ ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്ന? ഈ മാസമാണല്ലോ അണ്ണാ, നമ്മുടെ കോഴിക്കോടല്ലേ വഴി. ഇത് യഥാർത്ഥത്തിൽ കോഴിക്കോടല്ലേ? ഡ്രൈക്കട്. ഛേ, നീ എന്തൊക്കെ വഴി കാണിക്കുന്നത്? നീ എന്തൊക്കെ പറഞ്ഞ? മര്യാദയ്ക്ക് ഓടിക്കുന്ന, കരാതയ്ക്ക് ഓടിക്കുന്ന എന്തൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായില്ലേ. പക്ഷെ ഇതെന്താണത് അണ്ണാ? അയ്യോ ബെസ്റ്റ്. എന്നിട്ട് പറയാമമ്മ, ഞാൻ പിന്നെ എൻ്റെ ഫയർ ട്രക്ക് മാത്രമേ നന്നിട്ട് ഓടിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ബസ് ഓടിക്കാനൊന്നും അറിയത്തില്ലേ. എടാ എന്നാ പിന്നെ എന്നാ എനിക്ക് അന്ന് മര്യാദയ്ക്ക് പറയായിരുന്നില്ലേ? അത് പിന്നെ അണ്ണ എനിക്ക് വണ്ടി ഓടിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയത്തില്ല. അയ്യോ എടിക്കടാ. എടാ നിനക്ക് അയാളുടെ വല്ല വൈരാഗ്യമുണ്ടോ? നീ വീണ്ടും അയാളുടെ മേത്ത് കയറ്റിയല്ലോ. അമ്മ എനിക്കുള്ള വൈരാഗ്യമില്ല. ഞാൻ കാണാത്ത എന്നോടിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തോ. അതാണ് നമ്മൾ വന്ന സ്ഥലം. അണ്ണാ നിനക്ക് മറ്റേ നേരെ പോയാലോ? നേരെ പോവാം. നേരെ പോയിട്ട് എങ്ങോട്ടില്ല. നേരെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടാവും. അണ്ണാ അണഞ്ഞല്ല ഗെയിമൊന്നും കിട്ടിയില്ലേ. നമ്മൾ കുറച്ച് ദിവസമായി ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്. മര്യാദയ്ക്ക് ഒരു ബസ് പോലും ഓടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എടാ അത് പിന്നല്ലേ ഞാൻ പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പോൾ ബസ്സിലോട്ടർ ഗെയിം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് കണ്ടത് ഈ ഗെയിമാ. അതുകൊണ്ട് ഞാൻ എടുത്തത്. എടാ റോക്കിയേ ഗെയിമെന്ന് പറയടാ. കുറച്ചല്ലേ നീ മുന്നടിക്കണ്. അതിനെണ്ണ എപ്പോഴല്ല അവൻ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മുന്നടിക്കണ്. അയ്യോ ഇത് അടുത്തവിടെ അടിച്ചു. എടാ നീ കുറച്ച് നേരം എല്ലാം അടിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്തിൻ്റെ കേട്ടാ മാർഷല്ലേ? എടാ ചേസേ, ഞാൻ വണ്ടി ഓടിച്ച ശീലില്ലേ. എന്നാലും എനിക്കത് മര്യാദയ്ക്ക് പറയായിരുന്നില്ലേ? അന്ന് ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചേനെ. ബെസ്റ്റ് ഓടിക്കാൻ പറ്റിയ മുതൽ. എടാ ഒന്നാമത്തെ കാര്യം മാർഷലൊരു പോലീസ് പപ്പല്ല, പക്ഷേ അവൻ ഫയർ പപ്പാണ്. അത് നമുക്കറിയാം. പക്ഷേ അവൻ എവിടൊക്കെ മേത്ത് കയറ്റെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം ഇവൻ നിൻ്റെ മേത്ത് കയറ്റി കഴിഞ്ഞല്ലേ നീ എന്ത് ചെയ്യും? അയ്യോ എന്നാലും ഞാൻ ഇല്ല അണ്ണാ. ഇനി അത് അണ്ണൻ വണ്ടി ഓടിക്കുന്നായിരുന്നു. അണ്ണ ഓടിച്ചു കഴിഞ്ഞാലും പിന്നെ കോപ്പറേറ്റ് കിട്ടുന്ന എൻ്റെ ചോദ്യം ഉണ്ടായില്ല. സത്യം. അയ്യോ അതേ വണ്ടിയില്ല. ജസ്റ്റ് മിസ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല നീ ആളിടിക്കുന്നത്. ഞാൻ വിചാരിച്ചത് നീ ആളിടിക്കുന്നത്. എന്നാ വണ്ടി എടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് നിർത്ത്, നമുക്ക് ചായ കുടിച്ചിട്ടൊക്കെ വരാന്ന്. എടാ അവള് നീ കുറച്ച് നേരം പറയാൻ തുടങ്ങിയിട്ട്. അയ്യോ ഭാഗ്യം ഇയാളൊന്നും മാറോ അമ്മ. നമ്മളിത് പോട്ടെ അമ്മ. ഇയാൾ എന്നിട്ട് മാറണില്ലല്ലോ. എടാ നീ ഇയാളെ തൊട്ട് ബാക്കി കയറി പോകോ. ജിപ്പിടിച്ചാനെ ജസ്റ്റ് മിസ്. എടാ ഇത് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. വേഗം ഓവർടേക്ക് നല്ല സ്പീഡിൽ പോ. ഇതിന് ഓടിയാണ്. അവിടെ അടിച്ചു. പക്ഷേ ഇയാൾ നമ്മളൊന്നും പറഞ്ഞില്ല. വാവ് നല്ല സ്പീഡിൽ പോ. എന്നിട്ടും ഇയാൾ പോണില്ലല്ലോ. എന്നാ മുമ്പിൽ ദിവസം പിന്നല്ല ഞാൻ ആരത് വിചാരിച്ചത്. പിന്നല്ല എന്താ മാർഷല്ലേ നീ പൊളിച്ചിട്ട് ആളെ ഇത് ഭാഗത്തിന് കേട്ടിയില്ല അണ്ണാ. അയ്യോ എടാ നീ ഇതിനാണ് വളമേറ്റ് അണ്ണ ആളെ നീ പേടിപ്പിച്ച്. ആളില്ലേ സഡൻ ബ്രേക്ക് ഇടണ പോലെ ഓപ്ഷൻ കാണിച്ച്. അവിടെ ഞാൻ പെട്ടെന്ന് വെള്ളക്കാന്ന് ശ്രമിച്ചതാ, പക്ഷെ വളഞ്ഞില്ല വണ്ടി. ബെസ്റ്റ്. എടാ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ
ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ. ഈ പൊട്ടന്മാരെ ഏത് നേരത്തെ വേണമെങ്കിൽ സറണ്ടർ ഇടും. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് പകുതി കുറയുകയും ചെയ്യും. അണ്ണാ ഞാൻ വിചാരിച്ചേ അണ്ണ പറഞ്ഞ പോലെ കള്ളായിരിക്കുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അണ്ണ പറഞ്ഞ സത്യമാണ്. അയ്യണ്ണ ദേ മുമ്പിൽ വഴിയില്ല. അമ്പടാ അങ്ങനെ ശരിയാവില്ലല്ലോ. ഇവന്മാർ കുറച്ച് ദിവസമായി വഴിയില്ല ഇവിടെ വഴിയില്ല കുറേ പറയണ്. ഈ അത് കേൾക്കില്ല. ഞാൻ ഈ വഴി ഞാൻ കടന്നിരിക്കും. പിന്നല്ല ഞാൻ ആരെന്ന് വിചാരിച്ചത്. ഈ വഴി എനിക്ക് പോയി നോക്കണം. എടാ എനിക്ക് വേണമെങ്കിലേ മരിക്കാനുള്ള ചാൻസ് അടുത്തെന്ന് തോന്നുന്നു. മരിക്കാനേ ഓലൊക്കെ ഉണ്ടാക്കും. അയ്യോ അണ്ണ മുമ്പിൽ കൊക്കയാണല്ലോ. എടാ ബ്രേക്കറാ പി അമർത്ത്. അയ്യോ വണ്ടിടിക്കില്ലോ ജസ്റ്റ് മിസ്. ഇപ്പൊ കൊണ്ടുപോയി താങ്ങിയാനെ. അണ്ണ നമ്മുടെ ബസ് പോയി. അയ്യോ ആള് തടി പോയല്ലോ. ഇവന്മാരെ എന്നിട്ട് കാണിക്കണേ. ഇവന്മാരെ ഓരോന്നോരോരുത്തരായിട്ട് പോയി കയറി കൊടുക്കണല്ലോ. അയ്യോ എടാ മാർഷലേ നീ എത്രയും പെട്ടെന്നില്ലേ നമ്മുടെ വണ്ടി ഇവിടെ കഴുകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് റിവേഴ്സ് ഇട് പതുക്കട്ടെ. വണ്ടി റിവേഴ്സ് വേണം. വണ്ടി റിവേഴ്സ് എടുക്കണം. എടുത്തു ഇനി വളക്കി ഇവന്മാരെ പോവാൻ സമ്മതിക്കണ്ട. ഞാൻ വളച്ചോട്ടെ 2-3 പ്രാവശ്യം. ഇവിടെ വൈൻഡിപ്പ് ചെയ്യണോ? ഇവിടെ വൈൻഡിപ്പ് ചെയ്താല് ഇതേല്ലാണ് ചീത്ത വിളിക്ക്. അമ്മണ്ണേ പറയടാ. നീ എന്താ വഴിയാണോ വണ്ടി പാർക്ക് വെച്ചേക്കണ്? ഇവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ. എടാ നീ വഴി കൊടുത്തേക്ക്, അവരൊക്കെ പൊക്കോട്ടെ. ഇവർ കൊക്കയിൽ വേണ്ടി ചാവാനുള്ള ചാൻസ് 80% കൂടുതൽ. ദേ പോണു. ആ മുണികാശം ഇവിടെ വന്നിട്ട് കാണിക്കല്. അവന്മാര് ഓരോരുത്തരെ വീണ് കൊടുക്കണ്. ഈ പൊട്ടന്മാരാണ്. നമുക്കിപ്പോൾ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ സാർ, ഇതുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ചെറിയ സബ് ചെയ്യുക. പിന്നെ അപ്പുറത്ത് കാണാൻ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടൂല. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.